ഇന്ന് നമുക്ക് 2025 റിലീസായ ലൈല എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, അമ്മ തുടങ്ങി വെച്ച ബ്യൂട്ടി പാർലർ അത് നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ട് മകനാണെങ്കിൽ പെൺവേഷം കെട്ടേണ്ടി വരുന്നു. അതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. മാത്രവുമല്ല, അതേ പാർലറിലേക്ക് മേക്കപ്പ് ഇടുവാനായിട്ട് എത്തുന്ന ദേവി, അവൾ കറുപ്പാണ്, അവൾക്കെന്നാൽ നന്നായി വെളുക്കണം. അവളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അവൾക്കൊരു കല്യാണവും നടക്കുന്നില്ല. അങ്ങനെ നായകനാണെങ്കിൽ അവൾക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നു. എന്നാൽ ഫസ്റ്റ് നൈറ്റിന് ശേഷമാണ് തന്റെ ഭാര്യ ഒടുക്കത്തെ മേക്കപ്പ് ആയിരുന്നു കല്യാണത്തിന് എന്നുള്ള കാര്യം ഭർത്താവ് മനസ്സിലാക്കുന്നതും. തന്റെ സങ്കല്പത്തിനുള്ള പെണ്ണല്ലാത്തതിനാൽ ഭർത്താവ് ചില രീതിയിൽ ഭാര്യയോട് പെരുമാറുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നായകനായ സോനുവിന്റെ കുട്ടിക്കാലമാണ്. സോനുവിന്റെ അച്ഛൻ എന്ത് സംഭവിച്ചെന്നറിയത്തില്ല. പക്ഷെ അമ്മയാണ് അവനെ ഒറ്റയ്ക്ക് വളർത്തുന്നതും. അമ്മയാണെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിലെ മുതൽ അമ്മ ഓരോരുത്തർക്ക് മേക്കപ്പ് ചെയ്യുന്നതൊക്കെ കണ്ടു വളർന്ന സോനുവിനും അതിനോട് നല്ല താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ അവനൊരു പാർലറും ഇട്ട് കൊടുക്കുകയാണ്. സോനുവിന് ഒരുപാട് സന്തോഷമായി. അവൻ പറയുന്നത് എന്റെ പാർലറിലെ ആദ്യത്തെ കസ്റ്റമർ അമ്മയായിരിക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മയെ കൊണ്ടുവന്നാണ് അവൻ മേക്കപ്പ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് കാലങ്ങളൊക്കെ കടന്നുപോയി. സോനു അങ്ങനെ വളർന്നു വലുതായി. സോനുവിന്റെ അമ്മയും മരണപ്പെട്ടു പോയി. സോനുവിന്റെ പാർലറിലേക്ക് ഒരുപാട് സ്ത്രീകൾ വരാറുണ്ട്. മുടിയുടെ ട്രീറ്റ്മെന്റിനായിട്ട് വരുന്നവർക്കൊക്കെ ഒരുപാട് ടിപ്സും സോനു പറഞ്ഞു കൊടുക്കാറാണ് പതിവ്. മാത്രവുമല്ല, എന്തെങ്കിലും സങ്കടം പറഞ്ഞു വരുന്നവരെയൊക്കെ സോനു സഹായിക്കാറുമുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ ഭർത്താവിന്റെ ബിസിനസ് ഒന്നും ശരിയാകുന്നില്ല, ആകെ കടവും കാര്യങ്ങളും ഒന്നൊക്കെ സങ്കടം പറയും. അത് കേട്ട് സോനു ആണെങ്കിൽ, ചേച്ചി ഞാൻ സഹായിക്കാം, എന്നെ സ്വന്തം സഹോദരനെ പോലെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. എന്നിട്ട് പറയുന്നത്, എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ചേച്ചി എനിക്ക് തിരികെ തന്ന് സഹായിച്ചാൽ മതിയെന്നാണ് സോനു പറയുന്നതും. അത്രയ്ക്കും സഹായിയായിരുന്നു ഈ സോനു. അങ്ങനെ ഇരിക്കെ അവരുടെ പാർലറിലേക്ക് പോലീസ് ഇൻസ്പെക്ടറിന്റെ 2ാം ഭാര്യ വരും. അവിടുത്തെ കാശും കാര്യങ്ങളും ഒക്കെ ഡീൽ ചെയ്യുന്നത് സോനുവിന്റെ കൂട്ടുകാരനായിരുന്നു. കൂട്ടുകാരനോട്, ഞാനേ പോലീസ് ഇൻസ്പെക്ടറിന്റെ 2ാം ഭാര്യ, അതുകൊണ്ട് എനിക്ക് മുൻഗണന തരണമെന്ന് പറഞ്ഞ് ക്യൂവിൽ ആദ്യം കയറി നിൽക്കും. എന്തോ ആകട്ടെ എന്ന് കരുതി കൂട്ടുകാരനും ചെയ്തു കൊടുക്കുന്നു. മാത്രമല്ല, ബില്ല് കൊടുത്തപ്പോൾ 18,000 രൂപ. ഞാൻ കാശൊന്നും കൊടുക്കത്തില്ല, ഞാനൊരു പോലീസുകാരന്റെ ഭാര്യയാണെന്നും അവർ പറയുന്നു. പോലീസുകാരന്റെ ഭാര്യ കാശ് തരാതെ കിടന്ന് പ്രശ്നമുണ്ടാക്കുന്നത് കൂട്ടുകാരനാണെങ്കിൽ സോനുവിനോട് പറഞ്ഞു. സോനു ആണെങ്കിൽ ഈ കാര്യം ഞാൻ ഡീല് ചെയ്യാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരും. വരുന്ന സമയത്ത് ഈ പോലീസുകാരന്റെ ആദ്യ ഭാര്യയെ വിവരം അറിയിച്ചുകൊണ്ടാണ് സോനു വരുന്നതും. അതേ സമയം തന്നെയായിരുന്നു ആദ്യ ഭാര്യയും അവിടേക്ക് വന്നത്. ഈ ആദ്യ ഭാര്യയും ഒരു പോലീസുകാരിയാണ്. അങ്ങനെ അവർ തമ്മിൽ വാക്ക് തർക്കമുണ്ടാകുന്നു. സോനു മനഃപൂർവ്വം ചെയ്തതാണിത്. എങ്ങനെയെങ്കിലും കാശ് തരാതെ അവർ ഉടായ്പ കാണിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് സോനു ഇങ്ങനെ ചെയ്തതും. അങ്ങനെ 2 പേരും അവിടെ കിടന്ന് തമ്മിൽ തല്ലും. നാട്ടുകാരെല്ലാവരും കാണുന്നുണ്ട്. അതും റോഡിൽ കിടന്നാണ് തമ്മിൽ തല്ലുന്നതും. അതേസമയം ഈ അടിയുണ്ടാക്കുന്ന 2 സ്ത്രീകളുടെയും ഭർത്താവായിട്ടുള്ള ശങ്കറിനെ കാണിക്കുന്നു. ശങ്കർ ആണെങ്കിൽ ഒരു TV ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. അതിലൊരാളിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നുമുണ്ട്. അയാളാണെങ്കിലോ മുൻപ് ശങ്കറിനെ പറ്റിയിട്ട് മോശമായിട്ട് കുറച്ച് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെന്നാൽ ശങ്കർ കാശ് കൊടുത്തിട്ടാണ് ഈ ജോലി വാങ്ങിയതെന്നും പിന്നെ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എല്ലാവരോടും ക്രൂരമായി പെരുമാറുന്നത് എന്നൊക്കെയാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അതേ സ്ഥലത്തെത്തി ശങ്കർ ആണെങ്കിൽ അയാളെ പിടിച്ച് ഒരുപാട് അടിക്കും. എന്നിട്ട് പറയുന്നത്, നിന്നോട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് നീ എന്നെ കുറിച്ച് മോശമായിട്ട് ഇങ്ങനെ റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അടിക്കുന്നതും. എന്നിട്ട് ശങ്കർ അവിടെ നിന്ന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ അയാളാണെങ്കിൽ നിനക്കുള്ള പണി ഞാൻ തരാടാ എന്ന രീതിയിൽ നിൽക്കുകയാണ്. കാരണം അയാൾ ഒരു റിപ്പോർട്ടർ കൂടിയായിരുന്നു. ശങ്കർ തനിക്കൊരു ഫോൺ വന്നതിനാലാണ് അവിടെ നിന്ന് പോകുന്നതും. സംഭവം എന്തെന്നാൽ, ശങ്കറിന്റെ 2 ഭാര്യമാരും റോഡിൽ കിടന്ന് അടി കൂടുന്ന കാര്യം ശങ്കർ അറിഞ്ഞിട്ടുണ്ട്. അതേ സ്ഥലത്തേക്കാണ് ശങ്കർ എത്തുന്നതും. ശങ്കറിന് ഇതിനെല്ലാത്തിനും പിന്നിൽ സോനുവാണ് കാരണമെന്ന് മനസ്സിലായി. എന്നാൽ സോനുവിനിട്ട് 2 കൊടുക്കാമെന്ന് കരുതിയാലോ അതിന് നടക്കത്തില്ല. കാരണം സോനുവിന്റെ പാർലറിൽ വന്ന സ്ത്രീകളാണെങ്കിൽ എന്തെങ്കിലും സോനുവിന് ചെയ്തു കഴിഞ്ഞാൽ അതിന് പണി തരുമെന്ന രീതിയിൽ ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് കാരണം ശങ്കറിന് ഒന്നിനും നിവർത്തിയില്ല. നിന്നെ ഞാൻ എടുത്തോളാടാ എന്ന രീതിയിൽ സോനുവിനെ മുഖമൊക്കെ കാണിച്ചിട്ടാണ് ശങ്കർ അവിടെ നിന്ന് പോകുന്നതും. അതിനുശേഷം കാണിക്കുന്നത് ചിരഞ്ജീവിയുടെ ഫാനായ ഒരു ഫാമിലിയാണ്. ഇവരാണെങ്കിൽ ചിരഞ്ജീവിയുടെ എല്ലാ സിനിമയും കാണും. അത്രയ്ക്ക് ഇഷ്ടമാണ് ചിരഞ്ജീവിയെ. ഇവരുടെ മകന് വേണ്ടിയിട്ട് പെണ്ണിനെ നോക്കുകയാണ്. എന്നാൽ അവർക്ക് ഒരു കണ്ടീഷനുണ്ട്. തന്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ചിരഞ്ജീവിയുടെ സിനിമകളിലെ നായികമാരെ പോലെ അത്രയ്ക്കും ക്യൂട്ടായിരിക്കണം, അതുപോലെ തന്നെ ഇരിക്കണമെന്നും ഒരു നിർബന്ധമുണ്ട്. ബ്രോക്കറാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികളെ കൊണ്ടുവന്നു. പക്ഷേ ആ പെൺകുട്ടികളെയെല്ലാം കാരണവരാണെങ്കിൽ റിജക്റ്റും ചെയ്ത് കളയുന്നു. കാരണം ചിരഞ്ജീവിയുടെ നായികമാരെ പോലെ ഇരിക്കണം എന്ന നിർബന്ധം അവർക്കുണ്ടല്ലോ.
ഒടുവിൽ സഹികെട്ട് ബ്രോക്കറാണെങ്കിൽ ഇനി തനിക്ക് ഒന്നിനും വയ്യ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇവരുടെ മകനായ റസ്റ്റത്തിനെ കാണിക്കുകയാണ്. റസ്റ്റമാണെങ്കിൽ കുറച്ച് ഗുണ്ടാ പരിപാടിയൊക്കെ ഉള്ള ആളാണ്. റസ്റ്റത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ഗുരു എന്നൊരാൾ നിൽക്കുന്ന കാര്യം റസ്റ്റം അറിയുന്നു. എനിക്കെതിരായാണോടാ നീ പ്രവർത്തിക്കുന്നത്? ഇനി നീ എന്തായാലും ആട്ടിൻകൂട്ടിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗുരുവിനെ ആട്ടിൻകൂട്ടിൽ അടച്ചിടുന്നു. ഈ പോലീസ് ഓഫീസറായ ശങ്കർ ആണെങ്കിൽ നല്ല രീതിക്ക് കൈക്കൂലിയൊക്കെ വാങ്ങുന്ന ഒരാളാണ്. എന്തോ ഒരു കാര്യത്തിന് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നല്ല രീതിക്ക് കൈനീട്ടി കാശ് വാങ്ങുന്നുണ്ട്, അതും ബാറിൽ വെച്ച്. എന്നാൽ ശങ്കറിനെ ഫോളോ ചെയ്ത് ദീപക്കും ഉണ്ടായിരുന്നു. ദീപക് ആരെന്നാൽ ഒരാൾ ഇന്റർവ്യൂ കൊടുത്തില്ലേ, അയാളെ പോയിട്ട് ശങ്കർ തല്ലി ഒരു റിപ്പോർട്ടർ, അയാൾ തന്നെയാണ് ഈ ദീപക്. ദീപക് ആണെങ്കിൽ ശങ്കറിന്റെ പ്രവൃത്തിയൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് വേഷം മാറിയാണ് ശങ്കറിനെ ഫോളോ ചെയ്യുന്നതും. പക്ഷെ ആ കാര്യമൊന്നും ശങ്കറിന് അറിയത്തില്ല. എന്നാൽ ശങ്കറിനാണെങ്കിൽ നല്ല രീതിക്ക് സോനുവിനോട് ദേഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സേഠിനെ വരുത്തിയിട്ട് സോനുവിനിട്ട് നല്ല 2 അടി കൊടുക്കുവാനായിട്ട് സേഠിനെയും കൂട്ടരെയും ഏർപ്പാടാക്കുകയാണ് ശങ്കർ. അങ്ങനെ സോനുവും കൂട്ടുകാരനും ബൈക്കിൽ വരികയായിരുന്നു. അവരുടെ ബൈക്കില് മറ്റൊരു വണ്ടി കൊണ്ടുവന്ന് ഇടിക്കുകയാണ് ഈ സേട്ടും കൂട്ടരും. സോനുവും കൂട്ടുകാരനും തറയിലേക്ക് വീഴും. അത് മറ്റൊരു പെൺകുട്ടി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവളാണ് കഥയിലെ നായിക. സോനു വീഴുന്നത് കണ്ട് അയ്യോ എന്നവൾ വിളിക്കും. എന്നാൽ സോനു ആണെങ്കിൽ അവളെ കാണുന്നതും അവളോട് അവന് ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയവും തോന്നുന്നു. സേട്ടിന്റെ ആളുകളാണെങ്കിൽ സോനുവിനെ തല്ലുവാനായി വരുമ്പോഴും അവർക്ക് തിരിച്ചു തല്ലു കൊടുക്കുമ്പോഴും നായികയെ തന്നെയാണ് അവൻ ലൈൻ അടിക്കുന്നതും. വീഴുന്നത് കണ്ട് സഹതാപം തോന്നിയതിന് ഇവൻ എന്നെ സൈറ്റ് അടിക്കുന്നു എന്നാണ് നായിക ചിന്തിക്കുന്നതും. അങ്ങനെ സേട്ടിനും കൂട്ടർക്കും നല്ലത് സോനു കൊടുത്തു. അവരെല്ലാവരും അവിടെ നിന്ന് പോയി കഴിഞ്ഞതും നായികയും കൂട്ടുകാരികളും പോകുവാനായി ഇറങ്ങുന്നു. അപ്പോൾ സോനു അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താണ് പേരെന്ന് ചോദിക്കും. എന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ എന്തിനാ എന്ന് ചോദിച്ച് നായികയാണെങ്കിൽ തിരിഞ്ഞു നടക്കുമ്പോൾ അവളുടെ കൂട്ടുകാരികളാണെങ്കിൽ ഇവളുടെ പേര് ജെനി എന്ന് സോനുവിനോട് പറയുന്നു. അങ്ങനെ സോനുവിന് അവളുടെ പേര് മനസ്സിലായി. അടുത്ത ദിവസം തന്നെ സോനു എത്തുന്നത് ലേഡീസിന്റെ ജിമ്മിലേക്കാണ്. എന്തിനെന്നാൽ ജെനി അവിടെ ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജെനിയോട് വന്നിട്ട് ഞാനും ഇവിടെ വർക്കൗട്ട് ചെയ്യുവാനായിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നു. അത് കേട്ട് ജെനി പറയുന്നത് ഇത് സ്ത്രീകളുടെ ജിമ്മാ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കും. എന്നാൽ അതേ സമയം തന്നെ സോനുവിന്റെ പാർലറിൽ വരുന്ന ഒരുപാട് സ്ത്രീകളും അവിടെ വർക്കൗട്ട് ചെയ്യുവാനായിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീകൾ ജെനിയോട് പറയും, ഈ സോനു നല്ല പയ്യനാ, അവനെ കൊണ്ട് നിനക്കൊരു ശല്യവും ഉണ്ടാവത്തില്ല, അവൻ ഇവിടെ നിന്നോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ജെനിയാണെങ്കിൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി സോനുവിനെ അവിടെ വർക്കൗട്ട് ചെയ്യുവാനായി നിർത്തുകയാണ്. സോനുവിന് നല്ല ഹാർഡായിട്ടുള്ള വർക്കൗട്ടുകളൊക്കെയാണ് കൊടുക്കുന്നതും. അവന്റെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത വിധം ഹെവി ആയിട്ടുള്ള വർക്കൗട്ടുകളെല്ലാം ജെനി ചെയ്യിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. അടുത്ത ദിവസം മുതൽ സോനു ഇനി അവിടെ വരരുത്, അത് തന്നെയാണ് ജെനിയുടെ ഉദ്ദേശവും. അങ്ങനെ സോനു തളർന്നു പോവുകയാണ്. സോനുവിനോട് പറയുന്നുണ്ട് നാളെ രാവിലെ 6 മണിക്ക് തന്നെ പാർക്കിലേക്ക് എത്തണം, അവിടെ വെച്ചാണ് ഇനി ബാക്കി വർക്കൗട്ട് എന്നും പറയുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ജെനിയും കൂട്ടരുമെല്ലാം പാർക്കിലെത്തിയിരുന്നു. പക്ഷെ സോനു എത്തിയിട്ടില്ല. അപ്പോൾ ജെനി പറയുന്നുണ്ട് അവൻ എന്തായാലും എഴുന്നേൽക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്കുമുള്ള വർക്കൗട്ടാ ഞാൻ അവനെ കൊണ്ട് ചെയ്യിച്ചത് എന്ന് ജെനി പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ സോനു അവിടേക്ക് എത്തും. സോനുവിനെ കണ്ടതും ജെനി ഞെട്ടിപ്പോയി. എന്നിട്ട് പറയുന്നത് 6 മണിക്ക് വരാൻ പറഞ്ഞിട്ടും സോനു കുറച്ചൊന്ന് ലേറ്റ് ആയതിന് ജെനി പറയുന്നത് നീ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയി, അതുകൊണ്ട് 4 റൗണ്ട് ഈ പാർക്ക് മുഴുവൻ ഓടണമെന്ന്. അത് കേട്ട് സോനു ആണെങ്കിൽ 4 റൗണ്ടോ എന്ന് ചോദിക്കും. അതിന് മറുപടിയായിട്ട് ജെനി പറയുന്നത് അതെ 4 റൗണ്ട്. എന്താ നിനക്കതിന് സ്റ്റാമിന ഇല്ലേ? നിന്നെ കണ്ടാലേ അറിയാൻ നിനക്ക് സ്റ്റാമിന ഇല്ല എന്ന്. സ്റ്റാമിന ഇല്ല എന്ന് ജെനി പറഞ്ഞതും അത് സോനുവിന്റെ അഭിമാനത്തെ ബാധിച്ചു. സോനു ഉടനെ തന്നെ ജെനിയെയും എടുത്ത് തന്റെ തോളത്തിരുത്തിയിട്ട് 4 റൗണ്ട് പാർക്കിൽ ഓടുന്നു. എന്നിട്ട് അവളെ താഴെ ഇറക്കിയിട്ട് എന്താ ഇപ്പോൾ മനസ്സിലായോ എന്റെ സ്റ്റാമിന എന്തെന്നൊക്കെ ജെനിയോട് ചോദിക്കുന്നു. ജെനിയും ഞെട്ടി നിൽക്കുകയാണ്. വീട്ടിലെത്തിയ ജെനിക്കാണെങ്കിൽ വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു. അവൾക്ക് അന്ന് മുതൽ സോനുവിനോട് പ്രണയവും തോന്നി തുടങ്ങുകയാണ്. അടുത്ത ദിവസം മുതൽ വർക്കൗട്ടിനെത്തുന്ന സോനുവിന് വിയർപ്പ് തുടച്ചു കൊടുക്കുക, അവന് ചെറിയ ചെറിയ വർക്കൗട്ടൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കുക, ഇതൊക്കെ തന്നെയാണ് ജെനി ചെയ്യുന്നതും. മാത്രമല്ല ജെനി തനിക്ക് സോനുവിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം അവനോട് പറയുകയും ചെയ്തു. അങ്ങനെ രണ്ടാൾക്കുമിടയിൽ പ്രണയം മുട്ടിടുകയാണ്. അതേസമയം തന്നെയായിരുന്നു ഈ സോനു ഒരു സ്ത്രീക്ക് കുറച്ച് കാശ് കൊടുത്ത് അവരുടെ ഹസ്ബൻഡിന്റെ ബിസിനസിന് വേണ്ടിയിട്ട് സഹായിച്ചില്ലേ. അവരാണെങ്കിൽ ഒരു ഓയിലിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിന് പരസ്യത്തിന്റെ മോഡലായിട്ട് സോനുവിന്റെ ഫോട്ടോയാണ് അവർ നിശ്ചയിച്ചിട്ടുള്ളതും. ആ വിവരം സോനുവിനോട് പറയുമ്പോഴും സോനുവിന് സന്തോഷം തന്നെയാണ്. സോനുവിന്റെ പടം വെച്ച് പരസ്യം ചെയ്തതിനാൽ ഒരുപാട് സ്ത്രീകൾ സോനുവിന്റെ പടം വെച്ച് പരസ്യം ചെയ്ത ആ ഒരു എണ്ണ വാങ്ങുവാനായിട്ടും എത്തുന്നുണ്ട്. സോനുവിന്റെ ഫോട്ടോ വെച്ച് ആ ഒരു ഓയിൽ പരസ്യം ചെയ്തതിനാൽ അവർക്ക് ഒരുപാട് കച്ചവടം ഉണ്ടാകുന്നു. സ്ത്രീകളാണ് കൂടുതലും ഓയിൽ വാങ്ങുന്നതും. കാരണം സോനുവിന്റെ ഫാൻസ് കൂടുതലും സ്ത്രീകളാണ്.
മറ്റൊരു വശത്ത് ശങ്കർ ആണെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയെ വല്ലാതെ തല്ലുന്നുണ്ട്. സോനുവിനോടുള്ള ദേഷ്യമാണ് ആ തീർത്തുകൊണ്ടേയിരിക്കുന്നതും. അത് കണ്ടുകൊണ്ടു വന്ന കോൺസ്റ്റബിൾ ആണെങ്കിൽ ശങ്കറിനെ സമാധാനിപ്പിച്ച് ആ ഒരു പ്രതിയെ അവിടെ നിന്നും ഇറക്കിവിടും. അതേ സമയമായിരുന്നു ചായ കൊടുക്കുവാനായിട്ടും ഒരാൾ അവിടെ വന്നത്. സത്യത്തിൽ അത് ദീപക്കായിരുന്നു. വേഷം മാറി വന്നതാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സോനു ആണെങ്കിൽ ജെനിയെയും കൂട്ടി ഒരു ബായിക്കടുത്തേക്ക് പോവുകയാണ്. മോഡേൺ വേഷം ധരിക്കുന്ന ജെനിയെ സാരിയൊക്കെ ഉടുപ്പിച്ചാണ് സോനു കൊണ്ടുപോകുന്നതും. ഈ സേട്ട് ആരെന്നാൽ പണ്ട് ഈ സോനുവും അവന്റെ അമ്മയും കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് അവരെ ഒരുപാട് സഹായിച്ചത് ഈ സേട്ടാണ്. അതുകൊണ്ട് തന്നെ അവരെ സഹായിച്ചതിൽ ജെനി ഒരുപാട് നന്ദി സേട്ടിനോട് പറയുന്നുമുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ട് സേട്ടാണെങ്കിൽ ജെനിക്ക് ഒരു സാരിയൊക്കെ നൽകി. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തായിരുന്നു ശങ്കർ അവിടേക്ക് വരുന്നതും. സോനുവിനൊപ്പമുള്ള ജെനിയെ കണ്ടതും ശങ്കർ പറയുന്നുണ്ട്, ഇതാരാടാ, നിന്റെ ലൈനാണോ എന്നൊക്കെ ചോദിച്ച് ജെനിയെ വല്ലാതെ മോശമായി സംസാരിക്കും. അത് കേട്ട് സോനുവിന് വല്ലാത്ത ദേഷ്യം വരുമെങ്കിലും ഉടനെ തന്നെ ഭായി അതിൽ ഇടപെടുന്നു. സംസാരിച്ച് തീർക്കാമെന്ന് കരുതിയാണ് ഭായി അതിൽ ഇടപെടുന്നതും. എന്നാൽ ഈ ശങ്കർ ആണെങ്കിൽ ഭായിയെ മോശമായി സംസാരിക്കും. ദേഷ്യം വന്ന സോനു ആണെങ്കിൽ ശങ്കറിനെ തല്ലി. അതേസമയം തന്നെ ഭായിയുടെ ആളുകളും അവിടെ കൂടുകയാണ്. ശങ്കറിനെ എല്ലാവരും ചേർന്ന് പഞ്ഞിക്കിട്ടു. അങ്ങനെ ശങ്കർ ഹോസ്പിറ്റലിലുമായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ശങ്കറിന്റെ അടുത്തേക്ക് ഡോക്ടർ വരികയാണ്. എന്നിട്ട് ശങ്കറിനോട് വിവരം തിരക്കും. ശങ്കർ ആണെങ്കിൽ എല്ലാ കാര്യവും ഡോക്ടറിനോട് പറഞ്ഞു. ഇഞ്ചക്ഷൻ എടുക്കുവാനായിട്ട് ശങ്കറിനെ ചരിച്ചു കിടത്തിയ ഡോക്ടർ ആണെങ്കിൽ പറയുന്നുണ്ട്, യഥാർത്ഥ ഡോക്ടറെ ഇപ്പോൾ വരും, അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുമേ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. സത്യത്തിൽ അത് ദീപക്കായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് വേഷം മാറി വന്നതും. ആ ഒരു കെണിയിൽ ശങ്കറും വീണുപോയി. ശങ്കർ സോനുവിനെ തല്ലുവാനായിട്ട് ഒരു സേട്ടിനെ ഏൽപ്പിച്ചിരുന്നല്ലോ. സേട്ടിനും കൂട്ടർക്കും സോനുവിനെ ഒന്നും ചെയ്യാനായും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ സേട്ടാണെങ്കിൽ നേരെ വരുന്നത് റസ്റ്റത്തിനടുത്തേക്കാണ്. എന്നിട്ട് സോനുവിന്റെ ഫോട്ടോ റസ്റ്റത്തിന് കൊടുത്തിട്ട്, ദേ ഇവന് നല്ലത് കൊടുക്കണം, ഇവനിട്ട് കൊട്ടേഷൻ കൊടുക്കുവാൻ നോക്കിയതാ, ഒന്നും പറ്റിയില്ല, അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുവാണെന്ന് റസ്റ്റത്തിനോട് പറയുന്നു. സോനുവിന്റെ ആ ഒരു പരസ്യം ചെയ്ത ഫോട്ടോയാണ് സേട്ടാണെങ്കിൽ റസ്റ്റത്തിനെ ഏൽപ്പിച്ചത്. സോനുവിന്റെ ഫോട്ടോ കണ്ടതും റസ്റ്റത്തിന് മനസ്സിലെന്തോ തോന്നലുകൾ ഉണ്ടാകുന്നു. ഉടനെ തന്നെ തന്റെ കൂട്ടുകാരനോട് റസ്റ്റം പറയുന്നുണ്ട്, ദേ ഇവന്റെ ഫോട്ടോ കണ്ടോ, ഇത് കാണുമ്പോൾ ഇവൻ കാരണമാ എന്റെ ജീവിതത്തിന് പ്രകാശമുണ്ടാകാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഇവന് നൈസിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുവാനായിട്ടും റസ്റ്റം പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് സോനുവിനെ കാണുവാനായിട്ട് ദേവി എന്നൊരു പെൺകുട്ടിയും അവളുടെ വീടിനടുത്തുള്ള ഒരു ചേച്ചിയും കൂടി വരികയാണ്. എന്നിട്ട് സോനുവിനോട് ആ ഒരു ചേച്ചി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് വെളുപ്പിക്കണം. പക്ഷെ അത് കേട്ട സോനുവാണെങ്കിൽ അതിനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നു. ഞാൻ കാല് പിടിച്ച് കെഞ്ചാം, എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് വെളുപ്പിച്ചു തരണമെന്നും സോനുവിനോട് പറയുന്നു. അങ്ങനെ വേറെ നിവർത്തിയില്ലാതെ സോനുവാണെങ്കിൽ ദേവിക്ക് മേക്കപ്പും ഇട്ടുകൊടുക്കുന്നു. അതേ സമയത്തായിരുന്നു റസ്റ്റത്തിന്റെ ആളുകളാണെങ്കിൽ അവിടേക്ക് വന്ന് വല്ലാതെ ടോർച്ചർ ചെയ്യുവാനായി തുടങ്ങിയത്. ആവശ്യമില്ലാതെ ക്രീമുകളൊക്കെ എടുത്ത് മുഖത്ത് തേക്കുന്നു. അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ചെയ്യുകയാണ്. ദേഷ്യം വന്ന സോനുവാണെങ്കിൽ അവരെയൊക്കെ തല്ലി പുറത്തേക്കെറിയും. നീ ഞങ്ങളുടെ മേൽ കൈവച്ച് വെല്ലേടാ എന്ന് പറഞ്ഞ് സോനുവിനെ തല്ലുവാനായും ചെല്ലുന്നു. പക്ഷെ സോനുവാണെങ്കിൽ തിരിച്ച് നല്ലത് കൊടുക്കും. ഉടനെ തന്നെ കൂട്ടത്തിൽ ഒരുത്തനാണെങ്കിൽ റസ്റ്റത്തിനെ വിളിച്ചിട്ട്, ദേ അവനോട് ഞങ്ങൾ സംസാരിക്കാനാ വന്നത്, എന്നിട്ടും അവൻ ഞങ്ങളെ തല്ലി എന്നൊക്കെ പറയും. കള്ളമാണ് പറയുന്നത്. അത് കേട്ട് ദേഷ്യം വന്ന റസ്റ്റമാണെങ്കിൽ ഉടനെ തന്നെ പാർലറിലേക്ക് എത്തും. എന്നിട്ട് സോനുവിനെ എങ്ങനെയെങ്കിലും തല്ലണം എന്നുള്ള രീതിയിലാണ് റസ്റ്റം വരുന്നതും. അതേസമയം തന്നെയായിരുന്നു ദേവിയുടെ കൂടെ വന്ന ആ ഒരു ചേച്ചിയുണ്ടല്ലോ, ദേവി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് അയ്യോ സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. അത് കണ്ട് സോനുവും അകത്തേക്ക് കയറി വരും. ദേവിയാണെങ്കിൽ നല്ല വെളുത്ത് സുന്ദരിയായി മേക്കപ്പ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. അതേ സമയത്തായിരുന്നു റസ്റ്റമും അവിടേക്ക് വന്നതും. സ്പീഡിനകത്തേക്ക് കയറിപ്പോയ റസ്റ്റമാണെങ്കിൽ കാല് തന്നെ വീഴുവാനായി പോകുന്നതും റസ്റ്റത്തിനെ പിടിച്ചത് ദേവിയായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ദേവിയെ റസ്റ്റത്തിന് ഒരുപാട് ഇഷ്ടമായി. ഇതുപോലൊരു പെണ്ണിനെ തന്നെയാ ഞാനും ആഗ്രഹിച്ചത്. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയെന്നും റസ്റ്റം അപ്പോൾ അവിടെ നിന്ന് പറയുന്നു. റസ്റ്റത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പെണ്ണ് ആലോചിച്ചതാ, പക്ഷെ ഒന്നും അവന്റെ വീട്ടുകാർക്ക് ഇഷ്ടമായില്ലല്ലോ. പക്ഷെ റസ്റ്റത്തിന് ഇപ്പോൾ ദേവിയെ ഒരുപാട് ഇഷ്ടമായിരിക്കുകയാണ്. സോനുവിനോട് റസ്റ്റം നന്ദിയും പറയുന്നു. നീ എന്റെ ജീവിതത്തിലെ പ്രകാശമാകുമെന്ന് ഞാൻ കരുതി, അത് അതുപോലെ നടന്നു എന്ന് പറഞ്ഞിട്ടാണ് റസ്റ്റം അവിടെ നിന്ന് പോകുന്നതും. ഈ ദേവിയുടെ വീട്ടില് അവളെ പെണ്ണ് കാണുവാനായിട്ട് ഒരു ടീം വന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവൾ ഈ പാർലറിൽ വന്ന് ഒരുങ്ങിയിട്ടുള്ളതും. അവൾക്ക് എങ്ങനെയെങ്കിലും അവളുടെ വിവാഹം നടത്തണം.
അതിനുവേണ്ടി തന്നെയാണ്. അങ്ങനെ പാർലർ വന്ന് ഒരുങ്ങിയ ദേവിയാണെങ്കിൽ വീട്ടിലേക്കും പോകും. അവളെ കാണുവാനായിട്ട് വന്നിരുന്ന ആളുകളും വിവാഹം ഉറപ്പിക്കുകയാണ്. അതേസമയം തന്നെയായിരുന്നു റസ്റ്റം ആ വീട്ടിലേക്ക് വന്നതും. ദേവിയെ കല്യാണം കഴിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും റസ്റ്റം പറയുന്നു. വന്നിരിക്കുന്ന ടീമും ഈ റസ്റ്റത്തിനെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുറച്ച് സാമ്പത്തികമായിട്ട് മുന്നിലുള്ളതും കുറച്ച് പേര് കേട്ട കുടുംബവും റസ്റ്റത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ദേവിയുടെ വീട്ടുകാരാണെങ്കിൽ റസ്റ്റവുമായിട്ടുള്ള കല്യാണത്തിന് ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ വിവാഹം കഴിയുകയാണ്. റിസപ്ഷനിൽ നിൽക്കുന്ന സമയത്ത് ദേവിക്കൊപ്പം എപ്പോഴും സോനുവും കൂടെയുണ്ട്. കാരണം സോനുവിന്റെ മേക്കപ്പിന്റെ ബലത്തിലാണല്ലോ ദേവി ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അതെല്ലാം മാനേജ് ചെയ്ത് സോനുവും കൂടെയുണ്ട്. സോനു ദേവിയോട് പറയുന്നത് എങ്ങനെയെങ്കിലും ഫസ്റ്റ് നൈറ്റ് കഴിയുന്നതുവരെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം എന്ന് തന്നെയായിരുന്നു. ആദ്യ രാത്രിയില് പാലുമായിട്ട് ദേവി കയറി വരും. റസ്റ്റത്തിന് അവളെ കണ്ടതും ഒരുപാട് സന്തോഷമായി. അവിടെ വെച്ച് രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിലും ഏർപ്പെടും. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണ്ടെന്ന റസ്റ്റത്തിന് കോഫിയുമായി എത്തിയത് ദേവിയായിരുന്നു. പക്ഷേ തലേ ദിവസത്തെ പോലെ മേക്കപ്പിട്ടല്ല, മേക്കപ്പ് എല്ലാം കളഞ്ഞിരുന്ന ദേവിയായിരുന്നു എത്തിയത്. ദേവിയെ കണ്ടതും നീ ആരാന്ന് ചോദിക്കും. അതോ ഞാൻ നിങ്ങളുടെ വൈഫാ ദേവി, ഇന്നലെ നമ്മുടെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ ദേവി പറയുന്നു. റസ്റ്റമാണെങ്കിൽ ഞെട്ടിപ്പോവുകയാണ്. ഞാൻ മേക്കപ്പ് ഇട്ടതാണെന്നും ദേവി പറയുമ്പോൾ ഇതിനെല്ലാം കാരണം സോനുവാണെന്നും റസ്റ്റൻ ചിന്തിച്ച് സോനുവിന്റെ പാർലർ അടിച്ചു തകർക്കുവാനായും തീരുമാനിച്ച് റസ്റ്റത്തിന്റെ ആളുകൾ അവിടേക്ക് പോകുന്നു. അങ്ങനെ ബ്യൂട്ടി പാർലറിൽ ഒരുപാട് പ്രശ്നം നടക്കുകയാണ്. അതിനിടപെടുവാനായിട്ട് സോനു പോകുവാനായി നിൽക്കുന്ന സമയത്ത് സോനുവിന്റെ കൂട്ടുകാരനും ജെനിയും അങ്ങോട്ട് പോകണ്ട, ഒരുപാട് ആളുകളുണ്ട്, നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു മറ്റൊരു വാർത്തയും സോനു അറിയുന്നത്. സോനുവിന്റെ ഫോട്ടോ വെച്ച് പരസ്യം ചെയ്ത് ഒരു ഓയിൽ ഇറക്കിയിരുന്നല്ലോ ഒരു ഭാര്യയും ഭർത്താവും. എന്നാൽ ആ ഓയിൽ ഉപയോഗിച്ച് ഒരുപാട് പേർക്ക് എന്തൊക്കെയോ അസുഖങ്ങൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓയിലിന്റെ പേരിൽ എല്ലാവർക്കും എതിരെ കേസ് എടുത്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യുവാനായിട്ടാണ് ശങ്കർ തീരുമാനിച്ചതും. പ്രത്യേകിച്ച് പരസ്യം ചെയ്ത സോനുവിനെ. ഇപ്പോൾ സോനുവിന്റെ അവസ്ഥ മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണതുപോലെയായി. ഇനി ആ നാട്ടിൽ നിൽക്കുവാനായിട്ട് സോനുവിന് കഴിയില്ല എന്ന കാര്യം സോനുവിനും കൂട്ടർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്നും ഒന്ന് മാറണമെന്ന് കൂട്ടുകാരൻ പറയും. പക്ഷെ സോനു പറയുന്നത് എനിക്ക് ഈ കട ഉപേക്ഷിച്ച് ഒരിക്കലും പോകാൻ പറ്റില്ല എന്നായിരുന്നു. എങ്ങനെയെങ്കിലും സോനുവിന് ആ കടയിൽ തന്നെ തുടരണമല്ലോ. അതുകൊണ്ട് തന്നെ സോനു ഒരു ഐഡിയ പ്ലാൻ ചെയ്യും. അവിടെ ഇരിക്കുന്ന ഒരു ബൊമ്മ ചൂണ്ടിക്കാണിച്ചിട്ട് ദേ ഐഡിയ എന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. എന്തെന്നാൽ സോനു ആണെങ്കിൽ പെണ്ണായി മാറുവാനായും തീരുമാനിച്ചു. അങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു സുന്ദരിയായി മാറുകയാണ് സോനു. മറ്റൊരു വശത്ത് റസ്റ്റത്തിന്റെ വീട്ടിൽ ആകെ പ്രശ്നം. ദേവിയുടെ മേക്കപ്പ് അഴിച്ച മുഖം കണ്ടതും റസ്റ്റത്തിന്റെ അച്ഛനാണെങ്കിൽ തളർന്നു വീഴുകയും ചെയ്തു. എന്നാൽ റസ്റ്റമാണെങ്കിൽ അവളെ ഒരുപാട് കുറ്റം പറയും. അവളുടെ നിറത്തിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. എന്നാൽ റസ്റ്റത്തിന്റെ അമ്മ മാത്രം ദേവിക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നു. റസ്റ്റത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സോനു ഇപ്പോൾ പെൺവേഷം കെട്ടി ലെയ്ല എന്ന പേരിലേക്ക് മാറിയിരിക്കുകയാണല്ലോ. കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ലെയ്ലയും അവിടെ എത്തുന്നു. എന്നാൽ റസ്റ്റവും കൂട്ടുകാരും പാർലർ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന പേരിലാണ് അവിടെ നിൽക്കുന്നതും. കാറിൽ വന്നിറങ്ങി ലെയ്ലയെ കണ്ടതും റസ്റ്റത്തിന്റെ കിളി പറന്നു. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു ലെയ്ല. ലെയ്ലയെ കണ്ടതും റസ്റ്റത്തിന്റെ മനസ്സിലൊരു മോഹവും ഉണ്ടായി. ഉടനെ തന്നെ അത് മനസ്സിലാക്കി ലെയ്ലയാണെങ്കിൽ റസ്റ്റത്തിനടുത്തേക്ക് വന്നിട്ട് നിങ്ങളല്ലേ ഈ നാട്ടിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾ, അതുകൊണ്ട് ഈ ഒരു കട നിങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റസ്റ്റത്തിനെ വിളിച്ച് ഉദ്ഘാടനവും ചെയ്യിക്കുന്നു. ആ സന്തോഷത്തിൽ വീട്ടിലെത്തിയ റസ്റ്റമാണെങ്കിൽ തന്റെ അമ്മയോട് എനിക്ക് ലെയ്ല എന്ന പെൺകുട്ടിയെ ഇഷ്ടമായി, അവളെ എനിക്ക് വിവാഹം കഴിക്കണമെന്നും പറയും. അത് കേട്ട അമ്മയാണെങ്കിൽ റസ്റ്റത്തിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അമ്മയുടെ കയ്യിൽ നിന്നും അടി കിട്ടുമെന്നൊരവസ്ഥയായപ്പോൾ റൂമിൽ കയറി കഥ കടക്കുകയാണ് റസ്റ്റം. അതെല്ലാം കേട്ടുകൊണ്ടുവന്ന ദേവിയാണെങ്കിൽ ഞാൻ കാരണമല്ലേ അദ്ദേഹം പറ്റിക്കപ്പെട്ടത്, ഞാനങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ട് വന്നത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് എന്നെ വിവാഹം കഴിക്കേണ്ടി വന്നത്, ഞാൻ ഡിവോഴ്സിന് തയ്യാറാണ്, അദ്ദേഹം ഇഷ്ടമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കട്ടെ എന്നും ദേവി പറയുന്നു. എന്നാൽ അതറിഞ്ഞ റസ്റ്റമാണെങ്കിൽ ദേവിയോട് ഒരുപാട് നന്ദിയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നതും. സോനുവിനെ കാണാതെ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് സോനുവിന്റെ കടയിലേക്ക് സ്ഥിരം വരുന്ന കസ്റ്റമർ ആയിട്ടുള്ള സ്ത്രീകൾ. അതേസമയം തന്നെ അവരുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. നിങ്ങൾക്ക് സോനുവിനെ കാണണോ എങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരാനായിരുന്നു ആ ഒരു മെസ്സേജ്. അതനുസരിച്ച് ആ ഒരു മെസ്സേജിൽ പറഞ്ഞ സ്ഥലത്തേക്ക് അവരെത്തും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ലെയ്ലയായിരുന്നു. നീ എന്തിനാ ഞങ്ങളെ എവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ലെയ്ല പറയുന്നത് ഞാനാണ് യഥാർത്ഥ സോനു എന്ന് പറഞ്ഞ് തന്റെ മുടിയൊക്കെ മാറ്റി കാണിക്കും. എന്താ നീ ഈ ഗെറ്റപ്പില് എന്നൊക്കെ അവർ ചോദിക്കുന്നു. അപ്പോഴാണ് സോനു തന്റെ കഥ പറയുന്നത്. പണ്ട് സോനുവിന്റെ അച്ഛനാണെങ്കിൽ അവന്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, അബ്യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ അവരുടെ അച്ഛൻ അവരെ വിട്ടിട്ട് പോയി. അതിനുശേഷം അമ്മയാണെങ്കിൽ അവനെ വളർത്തുവാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. സാമ്പത്തികപരമായിട്ട് വരെ അവരൊരുപാട് ബുദ്ധിമുട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ബായിയെ അവർ പരിചയപ്പെടുന്നത്.
അങ്ങനെ ബായി ആണെങ്കിൽ അവനെ നന്നായിട്ട് വളർത്തി അമ്മയ്ക്ക് നല്ലൊരു ജോലിയും ഒപ്പിച്ചു കൊടുത്തു. അതിനിടയിലാണ് അമ്മ ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ചതും. അമ്മ മേക്കപ്പ് ഒക്കെ ഇടുന്നത് കണ്ട് സോനുവിന് നല്ല ഇൻട്രസ്റ്റ് തോന്നി. സോനുവും മേക്കപ്പും പഠിച്ചു. അങ്ങനെയാണ് അമ്മ അവന് ബ്യൂട്ടി പാർലർ ഇട്ട് കൊടുത്തതും. ആദ്യത്തെ കസ്റ്റമർ അമ്മയായിരിക്കണമെന്ന് കരുതി അമ്മയെ കൊണ്ടുവന്ന് സോനു അതേ കടയിൽ വെച്ച് മേക്കപ്പ് ഇട്ട് കൊടുത്തു. എന്നാൽ അതേ കസേരയിൽ തന്നെ ഇരുന്ന് അമ്മ മരണപ്പെട്ടു. അതിനുശേഷമാണ് ഒരിക്കലും ആ കട വിട്ടുകൊടുക്കരുതെന്ന് തീരുമാനിച്ച് ആ കട താൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടും സോനു തീരുമാനിച്ചത് എന്നുള്ള കാര്യം ആ സ്ത്രീകളോട് പറഞ്ഞു. സോനുവിന്റെ കഥകളെല്ലാം കേട്ടുകൊണ്ടുന്ന സ്ത്രീകൾ പറയുന്നുണ്ട്, ഉറപ്പായും യമുന അങ്ങനെ ചെയ്യത്തില്ല, ഓയിലിന്റെ കേസ് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്നും അവർ സോനുവിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. അപ്പോൾ അതേസമയം തന്നെ യമുനയെ കാണിക്കുന്നു. യമുനയാണെങ്കിൽ ആരും അറിയാതെ താഴേക്കിറങ്ങി വന്ന് സോനുവിനെ ഫോൺ ചെയ്യുവാനായും ശ്രമിക്കുന്നുണ്ട്. അതേസമയം തന്നെയായിരുന്നു യമുനയുടെ ഭർത്താവും അവിടേക്ക് വന്ന് ഫോൺ പിടിച്ചു വാങ്ങിക്കൊണ്ടേ പോകുന്നതും. നീ എന്നെ ചതിക്കുവാനായി നോക്കുകയാണോ, എന്നെ ഒറ്റിക്കൊടുക്കുവാൻ നോക്കുകയാണോ എന്ന് പറഞ്ഞാണ് ഫോൺ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോകുന്നതും. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, ആ ഒരു ഓയിലിന്റെ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത് യമുനയുടെ ഭർത്താവ് തന്നെയാണ്. അയാൾ കാരണമാണ് ഇത്രയും പ്രശ്നമുണ്ടായതും. മറ്റൊരു വശത്ത് നമ്മുടെ ലൈലയാണെങ്കിൽ കാറിൽ അവന്റെ കൂട്ടുകാരനോടൊപ്പം സംസാരിച്ചു കൊണ്ട് വരികയായിരുന്നു. അപ്പോൾ പോലീസ് ചെക്കിംഗ് നടക്കുന്നുണ്ട്. പോലീസ് ആണെങ്കിൽ ലൈസൻസ് ചോദിക്കും. ലൈലയാണെങ്കിൽ വല്ലാതെ ടെൻഷൻ ആകുന്നുണ്ട്. കാരണം സോനുവിന്റെ ലൈസൻസ് ആണല്ലോ അവരുടെ കയ്യിലിരിക്കുന്നതും. ഈ ലൈസൻസ് കൊടുത്താൽ പ്രശ്നമാകുമെന്ന് ചിന്തിച്ച് ഉടനെ തന്നെ പെൺവേഷം കിട്ടിയ സോനുവാണെങ്കിൽ കാശെടുത്ത് പോലീസിന് നേരെ നീട്ടുന്നു. സാർ, ദേ കൈക്കൂലി തരുന്നു എന്ന് പറഞ്ഞ് ആ ഒരു കോൺസ്റ്റബിൾ ആണെങ്കിൽ ശങ്കറിനെ അവിടേക്ക് വിളിക്കും. എന്നാൽ കാറിൽ നിന്നിറങ്ങുന്ന ലൈലയെ കണ്ടതും ശങ്കർ ഫ്ലാറ്റ്. ശങ്കറിന് ലൈലയോട് നല്ലൊരു മോഹം തോന്നും. ഉടനെ തന്നെ ലൈലയെ തന്റെ ജീപ്പിലേക്ക് കയറ്റി. എന്നിട്ട് ലൈലയോട് മോശമായിട്ട് പെരുമാറുവാനായിട്ടും ശ്രമിക്കുന്നു. അതേ സമയത്തായിരുന്നു റസ്റ്റവും അവിടേക്ക് വന്നത്. ഉടനെ തന്നെ റസ്റ്റത്തിനെ കണ്ടതും ലൈല കാറിൽ നിന്നിറങ്ങിയിട്ട് റസ്റ്റത്തിനടുത്തേക്ക് വന്നിട്ട്, ദേ ഈ പോലീസുകാരൻ എന്നോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു എന്ന് പറയും. അത് കേട്ടതും റസ്റ്റത്തിന് വല്ലാതെ ദേഷ്യം വരും. ദേ ഇവളെ വല്ലതും ചെയ്താൽ ഞാൻ ഒന്നിനെയും ജീവനോടെ വിടില്ല എന്ന് പറഞ്ഞ് റസ്റ്റം പോലീസുകാരെ വിരട്ടുന്നു. എന്നാൽ ശങ്കർ ചോദിക്കുന്നത്, ആരെ, നീ ഞങ്ങളെ വല്ലതും ചെയ്യുമെന്നാണോ എന്നൊക്കെ പറഞ്ഞ് റസ്റ്റത്തിനോട് തിരിച്ചു സംസാരിക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ നിന്നും ലൈലയും കൂടി റസ്റ്റം നേരെ അവന്റെ കടയിലേക്ക് വന്നിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോകുവാനായി ഇറങ്ങുന്നത്. ഇറങ്ങുന്ന സമയത്ത് റസ്റ്റം പറയുന്നുണ്ട്, നാളെ എന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്, അതിൽ ഉറപ്പായും നീ പങ്കെടുക്കുവാനായി എത്തണമെന്നും പറയുന്നു. അതനുസരിച്ച് അടുത്ത ദിവസത്തെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കുവാനായിട്ട് ലൈലയും പോകുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്ത് ലൈലയ്ക്കാണ് ആദ്യത്തെ കഷ്ണം റസ്റ്റം കൊടുക്കുന്നതും. അത് കാണുന്ന ദേവി വിചാരിക്കുന്നുണ്ട്, എന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പെണ്ണെന്ന് പറഞ്ഞത് ഇതാണല്ലേ എന്നൊക്കെ ദേവി മനസ്സിൽ ചിന്തിക്കും. ബർത്ത്ഡേ പാർട്ടിക്ക് നടക്കുന്ന സമയത്തായിരുന്നു മുൻപ് റസ്റ്റം ഒരാളെ ആട്ടിൻകൂടിൽ അടച്ചിട്ടിരുന്നല്ലോ, ഗുരു എന്നൊരാളിനെ. ആ ആളും അയാളുടെ ടീമും അവിടേക്ക് വരുന്നതും അവിടെ വെച്ച് റസ്റ്റവുമായിട്ട് നല്ലൊരു പ്രശ്നം നടക്കുകയാണ്. എന്നാൽ റസ്റ്റമാണെങ്കിൽ ഗുരുവിന്റെ കഴുത്തിൽ കത്തിവെക്കും. അതേസമയം ഗുരു പറയുന്നുണ്ട്, എന്റെ കഴുത്തിൽ കത്തിവെക്കും മുമ്പ് ദേ നീ അങ്ങോട്ട് നോക്കെന്ന് പറയുന്നു. റസ്റ്റം നോക്കുന്ന സമയത്ത് കാണുന്നത് ലൈലയുടെ കഴുത്തിൽ ഗുരുവിന്റെ ആളുകൾ കത്തിവെച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. മാത്രവുമല്ല ഗുരുവിന്റെ ആളുകൾ ലൈലയോട് മോശമായിട്ടൊക്കെ പെരുമാറുന്നു. അതിലൊരാളാണെങ്കിൽ ലൈലയുടെ നെഞ്ചിലിരിക്കുന്നത് ഓറഞ്ചാണെന്ന് മനസ്സിലാക്കി, ദേ ഇത് പെണ്ണല്ല ഇതാണാണ് എന്ന് പറയുവാനായി വരുന്നതും ലൈലയാണെങ്കിൽ അവനിട്ട് നല്ല 2 അടിയും കൊടുക്കും. അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് നടക്കുന്നു. അപ്പോൾ അത് കാണുന്ന ഗുരു ചോദിക്കുന്നത്, ഒരു പെണ്ണ് എങ്ങനെയാ ഇത്രയും ഫൈറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നു. അങ്ങനെ ഗുരുവിന്റെ ആളുകളെയൊക്കെ അവിടെ നിന്നും ലൈല അടിച്ചോട്ടിക്കും. എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഒരിക്കൽ രാത്രി ജെനിയെ കാണുവാനായിട്ട് ലൈലയുടെ വേഷത്തിൽ സോനു എത്തുകയാണ്. എന്നിട്ട് ആണിന്റെ സ്വരത്തിൽ തന്നെ ജെനിയോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ അത് സേട്ട് കണ്ടുകൊണ്ട് വരികയാണ്. ഓഹോ, അപ്പോൾ നീ ആണായിരുന്നല്ലേ, എന്നിട്ടാണോ നീ ആ റസ്റ്റത്തിനെ പറ്റിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സേട്ടാണെങ്കിൽ ഉടനെ തന്നെ റസ്റ്റത്തിനെ വിളിക്കുവാനായി ഒരുങ്ങും. എന്നാൽ സോനു ഒരുപാട് കെഞ്ചുമെങ്കിലും കേൾക്കുന്നില്ല. റസ്റ്റത്തിനെ അവിടേക്ക് വിളിച്ചു വരുത്തും. സേട്ട് പറഞ്ഞതനുസരിച്ച് റസ്റ്റം അവിടേക്ക് വരും. റസ്റ്റത്തിനെ കണ്ട ഉടനെ തന്നെ സേട്ടാണെങ്കിൽ ഇത് പെണ്ണല്ല ആണാണെന്ന് പറയുന്നു. എന്നാൽ ലൈല പറയുന്നത്, ഇയാൾ കള്ളം പറയുന്നതാ, വന്നപ്പോൾ മുതലേ ഇയാൾ പറയുന്നുണ്ട് ഞാൻ പെണ്ണല്ല ആണാണെന്ന്, ഇയാൾ പറയുന്നതെന്നും വിശ്വസിക്കരുത് എന്ന് ലൈല പറയും. എന്നാൽ റസ്റ്റത്തിനോട് സേട്ട് പറയുന്നത്, അവൻ പറയുന്നതെന്ന് വിശ്വസിക്കല്ലേ, അതാണ് തന്നെയാ, നീ സംശയമുണ്ടെങ്കിൽ പോയി പരിശോധിച്ചു നോക്കുവാനായിട്ടും സേട്ട് പറയുന്നു. അതനുസരിച്ച് ലൈലയെ പരിശോധിക്കുവാനായിട്ട് റസ്റ്റം അടുത്തേക്ക് വരും. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ, അതുകൊണ്ട് തന്നെ റസ്റ്റം അടുത്തെത്തിയതും ലൈലയായിട്ടുള്ള സോനുവാണെങ്കിൽ റസ്റ്റത്തിനെ അങ്ങ് കിസ് ചെയ്യുന്നു. ആ ഒരു കിസ്സിൽ റസ്റ്റം ഫ്ലാറ്റ്.
റസ്റ്റം ഉടനെ തന്നെ സേട്ടിനോട് പറയും, ദേ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായി ഇത് പെണ്ണാണെന്ന്. ഇനി മേലാൽ ഇങ്ങനത്തെ കാര്യം പറഞ്ഞ് എന്റെ കൺമുന്നിൽ വന്നു പോവരുതെന്നും സേട്ടിനെ വിരട്ടുന്നു. സേട്ടും അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഈ സോനു ചിന്തിക്കും, ഇങ്ങനെ പോയാൽ ശരിയാകില്ല. ഈ റസ്റ്റത്തിന്റെ കയ്യിൽ നിന്നും തനിക്ക് രക്ഷപ്പെടണമെങ്കിൽ വേറൊരു വഴി കൂടി ചിന്തിക്കണമെന്ന് ആലോചിച്ച് അടുത്ത ദിവസം തന്നെ ശങ്കറിനെ കാണുവാനായിട്ട് പോകുന്നു. അതും പെൺവേഷം കെട്ടി. എന്നിട്ട് ശങ്കറിനെ സെഡ്യൂസ് ചെയ്യും പോലെയൊക്കെ ഓരോന്ന് അവിടെ നിന്ന് കാണിക്കും. ശങ്കറിനടുത്ത് പറയുന്നുണ്ട്, ആ റസ്റ്റം എന്നെ ഒരു അടിമയെ പോലെ വെച്ചിരിക്കുക. എനിക്ക് അയാളെ വല്ലാത്ത പേടിയാ. അതുകൊണ്ടാ ഞാനന്ന് അങ്ങനെ പറഞ്ഞത്. അതൊന്നും മനസ്സിൽ വെച്ചേക്കരുതേ എന്ന് പറയുന്നു. സോനുവിന്റെ പ്ലാൻ എന്തെന്നാൽ എങ്ങനെയെങ്കിലും ശങ്കറിനെയും റസ്റ്റത്തിനെയും തമ്മിലടുപ്പിക്കുക. അത് തന്നെയാണ്. അടുത്ത ദിവസം റസ്റ്റമാണെങ്കിൽ ലൈലയെ കാണുവാനായി വരും. റത്തിന്റെ കയ്യിലാണെങ്കിൽ ഒരു കല്യാണ ലെറ്ററും ഉണ്ടായിരുന്നു. ലെറ്റർ തുറന്നു നോക്കുമ്പോൾ സോനു കാണുന്നത് ലൈലയുടെ പേരും റസ്റ്റത്തിന്റെ പേരും എഴുതിയിരിക്കുന്നതാണ്. അത് കണ്ട് സോനു അങ്ങ് ഞെട്ടിപ്പോകും. എന്നിട്ട് റസ്റ്റം പറയുന്നത്, ഞാൻ നിന്നെ വിവാഹം കഴിക്കുവാനായി തീരുമാനിച്ചു എന്നായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരുമോ എന്ന് ജെനിയോട് സോനു ചോദിക്കും. അങ്ങനെ ജെനി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. അടുത്ത ദിവസം ലൈലയെ കാണാനായിട്ട് റസ്റ്റം ഒരു അമ്പലത്തിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ മുഖം മറച്ച ഒരു സ്ത്രീയാണെങ്കിൽ റസ്റ്റത്തിനടുത്തേക്ക് വരും. റസ്റ്റമാണെങ്കിലോ ലൈലയാണെന്ന് കരുതി അവരെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതെല്ലാം മാറി നിന്ന് ലൈല കാണുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ആ ഒരു സ്ത്രീ പോയി കഴിഞ്ഞതും റസ്റ്റത്തിനടുത്തേക്ക് വന്ന ലൈലയാണെങ്കിൽ, നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, നിങ്ങൾ ആ സ്ത്രീയെ കെട്ടിപ്പിടിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. റസ്റ്റം പറയുന്നതൊന്നും കേൾക്കുവാനായിട്ട് പോലും ലൈല കൂട്ടാക്കിയില്ല. വീട്ടിലെത്തിയ റസ്റ്റമാണെങ്കിൽ ഒരുപാട് കരയുകയാണ്. അതും മഴ നനഞ്ഞിട്ടുണ്ട്. ദേവി റസ്റ്റത്തിന്റെ തലയൊക്കെ തുടച്ചു കൊടുക്കും. എന്നിട്ട് റസ്റ്റമാണെങ്കിൽ, ലൈല ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് കരയുന്നതും. ദേവി റസ്റ്റത്തിനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നു. അവർക്കിടയിൽ ചെറിയൊരു ഫീലിങ്സ് ഉണ്ടാവുകയാണ്. അവിടെ വെച്ച് അവർ രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിലും ഏർപ്പെടും. അടുത്ത ദിവസം രാവിലെ തന്നെ വീണ്ടും റസ്റ്റം ലൈലയെ കാണുവാനായിട്ട് പാർലറിലേക്ക് വരുന്നു. എന്നാൽ അതേസമയം സോനു ലൈലയുടെ ഗെറ്റപ്പിലല്ലായിരുന്നു. റസ്റ്റം വരുന്നത് കണ്ട ഉടനെ തന്നെ സോനു പോയി റെഡിയാകുവാനായും തുടങ്ങി. എന്നാൽ സോനുവിന്റെ കൈവശം ഒരു ഓറഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഓറഞ്ച് ജെനി കഴിച്ചിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അത് റസ്റ്റത്തിന് മനസ്സിലാകാതിരിക്കാനായിട്ട് ഒരു സൈഡ് തിരിഞ്ഞു നിന്നാണ് സംസാരിക്കുന്നതും. റസ്റ്റം പറയുന്നതൊന്നും കേൾക്കുവാനായിട്ട് ലൈല കൂട്ടാക്കുന്നില്ല. ലൈല ഉടനെ തന്നെ റസ്റ്റത്തിനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. സോനുവിനും അവന്റെ പാർലറിൽ വരുന്ന സ്ത്രീകൾക്കും ആ ഒരു ഓയിലിന്റെ പ്രശ്നത്തിന് പിന്നിൽ ആ ഒരു സ്ത്രീയുടെ ഭർത്താവാണെന്ന് മനസ്സിലായി. ഭർത്താവിന്റെ പേരാണ് ഭഗത്. ഭഗത്തിനെ എങ്ങനെയെങ്കിലും കടത്തിക്കൊണ്ടുവരണം, അവനിൽ നിന്നും സത്യം മനസ്സിലാക്കണമെന്നും എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ ഭഗത്തിന്റെ തലക്കടിച്ച് വീഴ്ത്തി അവനെ ബോധം കെടുത്തി അവനെയും കടത്തിക്കൊണ്ടു പോവുകയാണ് സോനുവിന്റെ കൂടെയുള്ള ആ സ്ത്രീകളും ജെനിയും അവന്റെ കൂട്ടുകാരനുമൊക്കെ. എന്നാൽ സംഭവ സ്ഥലത്ത് സോനുവില്ല. സോനു എവിടെയെന്ന് അവരെല്ലാവരും അന്വേഷിക്കും. സംഭവം എന്തെന്നാൽ ലൈലയുടെ ഗെറ്റപ്പിൽ നിന്ന് സോനുവിനെയാണെങ്കിൽ റസ്റ്റവും കൂട്ടനും കടത്തിക്കൊണ്ടു പോയിരുന്നു. അത് മയക്കിയിട്ടാണ് കൊണ്ടുപോകുന്നതും. എന്നിട്ട് റസ്റ്റം പറയുന്നുണ്ട്, നീ ഞാൻ വിവാഹത്തിന് ലെറ്റർ മടിച്ചു വന്നപ്പോൾ വിവാഹത്തിന് നീ തയ്യാറായില്ലല്ലോ, അതുകൊണ്ടാ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് പറഞ്ഞാണ് റസ്റ്റം ലൈലയെ കടത്തിക്കൊണ്ടു പോകുന്നതും. അപ്പോഴേക്കും ലൈലയ്ക്ക് ബോധം വീണിരുന്നു. നീ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നും റസ്റ്റം പറയും. അതേസമയം തന്നെയായിരുന്നു ശങ്കർ അവിടേക്ക് വരുന്നതും. ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശങ്കറും പ്രശ്നമുണ്ടാക്കും. അങ്ങനെ റസ്റ്റവും ശങ്കറും തമ്മിൽ അവിടെ ഫൈറ്റ് നടക്കുന്ന സമയം തന്നെ ദേ ഇവിടെയുള്ള ലൈലയുടെ ബിഗ് ആണെങ്കിൽ പറന്നു പോവുകയാണ്. അത് കണ്ടതും അതാണായിരുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ശങ്കർ പറയുന്നുണ്ട്, ഇത് ലൈലയൊന്നുമല്ല, ഇതാ സോനു ആണെന്ന് പറയും. അങ്ങനെ സോനുവും സമ്മതിക്കുകയാണ്. അവിടെ വെച്ച് വീണ്ടും വലിയൊരു ഫൈറ്റ് നടക്കുന്നു. എന്നാൽ ഈ റസ്റ്റം മാത്രം സോനുവിനോട് ഒരു പ്രശ്നത്തിനും വരത്തില്ല. സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. റസ്റ്റം സങ്കടത്തോടെ സോനുവിനോട് ചോദിക്കുന്നുണ്ട്, നീ 2 തവണ എന്നെ ചീറ്റ് ചെയ്തു, ഇതെന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സോനു പറയുന്നത്, അതെനിക്ക് സാഹചര്യം അങ്ങനെ ആയി പോയതുകൊണ്ടാ അങ്ങനെ ചെയ്യേണ്ടി വന്നത്, എന്നോട് ക്ഷമിക്കണമെന്നും സോനു പറയും. അതേസമയം തന്നെ ശങ്കറിനെയൊക്കെ തല്ലിയല്ലോ, അതുകൊണ്ട് പോലീസ് വന്ന് സോനുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. സോനുവിനെ അറസ്റ്റ് ചെയ്തത് അതിന് മാത്രമല്ല, ആ ഒരു ഓയിലിന്റെ കേസിൽ കൂടിയാണ്. അങ്ങനെ സോനുവിനെ കോടതിയിൽ ഹാജരാക്കുകയാണ്. കോടതിയിലെത്തിയ സോനു താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ജഡ്ജി ചോദിക്കുന്നത് എവിഡൻസ് ഉണ്ടോ, എങ്കിൽ മാത്രമേ എന്തും തെളിയിക്കാനായി പറ്റൂ എന്നായിരുന്നു. അതേസമയം തന്നെയായിരുന്നു ആ ഭരത് ഉണ്ടല്ലോ, ഭരത്തിന്റെ ഭാര്യ അങ്ങോട്ട് വരുന്നത്. ഈ ഭരത്തിന്റെ ഭാര്യയ്ക്കാണ് സോനു ആദ്യം കാശ് കൊടുത്തതും ഇതിനു വേണ്ടിയിട്ടെല്ലാം ഹെൽപ്പ് ചെയ്തത്. ഭരത്തിന്റെ ഭാര്യ വന്നിട്ട് ഇതിനെല്ലാം പിന്നിൽ എന്റെ ഭർത്താവായിട്ടുള്ള ഭരത്താണെന്ന് തുറന്നു പറയും. എന്നാൽ അപ്പോഴും ജഡ്ജി ചോദിക്കുന്നത് എല്ലാത്തിനും എവിഡൻസ് ആണ് വേണ്ടത് എന്നായിരുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ അവർ വഴിമുട്ടി നിൽക്കുന്ന സമയം. അതേസമയം തന്നെയായിരുന്നു
അവിടെ ഒരാൾ എഴുന്നേറ്റിട്ട് എന്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട് എന്ന് പറയുന്നു. അത് മറ്റാരുമല്ല, ദീപക്കായിരുന്നു. ദീപക് ഒരു റിപ്പോർട്ടർ മാത്രമല്ല, ഒരു വക്കീൽ കൂടിയായിരുന്നു. ദീപക് വേഷം മാറി ശങ്കറിന് പിന്നാലെ ഫോളോ ചെയ്ത് എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ദീപകിന്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ടായത്. മുമ്പ് ശങ്കർ ആണെങ്കിൽ ബാറിലിരുന്ന് ഒരാളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങുന്നത് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ. അത് മറ്റാരുടെയും കയ്യിൽ നിന്നായിരുന്നില്ല, ഈ ഭരത്തിന്റെ കയ്യിൽ നിന്നായിരുന്നു കാശ് വാങ്ങിയത്. ഈ ഓയിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സഹായത്തിനും വേണ്ടിയിട്ടാണ് ഭരത് ശങ്കറിന് കാശ് കൊടുത്തതും. പിന്നീട് എല്ലാ ഹെൽപ്പും ശങ്കർ ചെയ്യുമായിരുന്നു. ആ എണ്ണ യൂസ് ചെയ്ത് ഒരുപാട് പേർക്ക് പ്രശ്നം വന്ന സമയത്ത് ഭരത് ശങ്കറിനെ കാണുവാനായും എത്തി. അപ്പോൾ ശങ്കർ പറഞ്ഞു കൊടുത്ത ഐഡിയാണ്, അതിൽ പരസ്യ മോഡലായിട്ട് നിന്നത് സോനുവല്ലേ, അതുകൊണ്ട് ഈ ഒരു പ്രശ്നം നമുക്ക് സോനുവിന്റെ മണ്ടയിൽ ഇടാമെന്നും പറഞ്ഞു. അതെല്ലാം ദീപക് റെക്കോർഡ് ചെയ്തു വെക്കുന്നുണ്ടായിരുന്നു. എല്ലാ തെളിവുകളും ജഡ്ജിയെ കാണിച്ചു. അങ്ങനെ ജഡ്ജിക്കും ഈ ഭരത്തിനൊപ്പം എല്ലാത്തിനും കൂട്ടുനിന്നത് ശങ്കർ ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുവാനായി പറഞ്ഞു. മാത്രമല്ല സോനുവിനെ വെറുതെ വിടുകയാണ്. സോനുവിനെ കോടതി വെറുതെ വിട്ടതറിഞ്ഞ് അവന്റെ കാമുകിയായ ജെനി ഓടി വന്നവനെ കെട്ടിപ്പിടിക്കും. മാത്രമല്ല അവന്റെ കൂട്ടുകാരായിട്ടുള്ള സ്ത്രീകളും അവനടുത്തേക്ക് വരികയാണ്. അങ്ങനെ സോനുവിന്റെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. അതിനുശേഷം കാണിക്കുന്നത് റസ്റ്റമിനെയും ദേവിയുമാണ്. ദേവി പ്രസവിച്ചിരിക്കുന്നു. ഇതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. എന്തെന്നാൽ അന്ന് ലൈല സോനു ആണെന്ന് മനസ്സിലാക്കി റസ്റ്റം നേരെ തന്റെ വീട്ടിൽ വന്ന് ഒരുപാട് കരയും. എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, ആ ലൈല എന്നെ ചതിച്ചു, അത് സോനു ആയിരുന്നു, ഞാൻ ഇനി ജീവിച്ചിരിക്കത്തില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അമ്മയും ദേവിയും അവനെ തടയും. എന്നിട്ട് ദേവി പറയുന്നത്, ലൈല പോണെങ്കിൽ പോട്ടെ, നിങ്ങൾക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമെന്നും ദേവി പറഞ്ഞു. അതെല്ലാം റസ്റ്റമിന്റെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് കാണുന്ന അമ്മ റസ്റ്റമിനോട് പറയും, എടാ നീ എന്തിനാ ഇവളോട് ഇങ്ങനെ കാണിക്കുന്നത്? ഇവളുടെ മനസ്സ് കണ്ടോ, ഇവൾ എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവളുടെ സംസാരത്തിൽ നിന്നും നിനക്ക് മനസ്സിലായില്ലേ? എടാ പുറമേയുള്ള സൗന്ദര്യമല്ല, മനസ്സാണ് നോക്കേണ്ടത്, അവളെ നീ സ്നേഹിക്കുന്നു അമ്മ പറയുന്നു. അമ്മ പറയുന്നത് കേട്ട് ദേവിക്ക് തന്നോടുള്ള ആത്മാർത്ഥ സ്നേഹം റസ്റ്റമിന് മനസ്സിലായി. അതോടെ ദേവിയുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ടും റസ്റ്റം തീരുമാനിച്ചു. അപ്പോഴാണ് ദേവി താൻ പ്രഗ്നന്റ് ആണ് എന്നുള്ളൊരു സന്തോഷ വാർത്തയും റസ്റ്റമിനെ അവതരിപ്പിച്ചതും. റസ്റ്റമിനും ഒരുപാട് സന്തോഷമായി. അതിനുശേഷമാണ് രണ്ടുപേരും ഒന്നിച്ച് ഹാപ്പിയായി ജീവിക്കുന്നതും. ഇപ്പോൾ ദേവി പ്രസവിച്ചു. കുഞ്ഞിനെ കൊണ്ടുവന്ന് അച്ഛനെ കാണിക്കുകയാണ്. അച്ഛനാണെങ്കിൽ സുഖമില്ലാതിരിക്കുകയാണല്ലോ. ഇപ്പോൾ അച്ഛന് നേരെയായിട്ടുണ്ട്. അങ്ങനെ റസ്റ്റമും കുടുംബവും സന്തോഷമായി ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.